ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ വഴി സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കാതെയാണ് സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പർ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിനെ തന്നെ വിളിക്കുന്നതായിരിക്കും. യാതൊരുവിധ കമ്മീഷനോ യാതൊരുവിധ ചാർജുകളോ നമ്മൾ ഈടാക്കുന്നതല്ല. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി തനി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. അടയിരിക്കുന്ന തനി നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 മാസമായിട്ടുള്ള നാടൻ കോഴികളാണ്. നേക്കഡ് നെക്കൊക്കെ ഉണ്ട് നാടൻ കോഴികളിന്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾ കൊടുക്കാറുണ്ട്. 500-ലധികം നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഇവിടെ കൊടുക്കാറുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ പെറ്റ്സിനെയൊക്കെ സെയിൽ ചെയ്യാനും അതേപോലെ നല്ല വരുമാന മാർഗമാക്കി സൈഡ് വരുമാനമാക്കി മാറ്റാനും പറ്റിയ ഒരു ഇതാണ് നാടൻ കോഴി വളർത്തൽ. അതേപോലെ നാടൻ കോഴി, അസീൽ, ഫാൻസി കോഴി പെറ്റ്സുകളൊക്കെ. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിനായിട്ട് നമ്മളെ സമീപിക്കുക. നമ്മൾ മാക്സിമം പ്രമോഷൻ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റിൻ്റെ 3 കിറ്റൺസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 50 ദിവസം പ്രായമായിട്ടുള്ള 3 കിറ്റൺസ്. അതിൽ 2 മെയിൽ കിറ്റാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് മെയിലാണ്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 50 ദിവസം പ്രായമായിട്ടുള്ളത്. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഒരു മെയിൽ കിറ്റൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹിമാലയൻ കളറാണ് വന്നിരിക്കുന്നത്. ഹിമാലയനാണ് വന്നിരിക്കുന്നത്. മെയിലാണ്. ഇതിനും ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ് ഈ കിറ്റൻ്റെയും റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് വന്നിരിക്കുന്നത് 3ാമത് വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ കിറ്റനാണ് വന്നിരിക്കുന്നത്. 50 ദിവസം പ്രായമായിട്ടുള്ളത്. ഫീമെയിൽ, ബ്ലാക്ക് കളറ്. ഇതിന് ചോദിക്കുന്നത് 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ആലുവയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മെയിൽ കാറ്റിന് 2500, ഫീമെയിലിന് 3000 രൂപയാണ് ചോദിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ 2 പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പാരൻറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചിരിക്കുന്നത്. ലോങ് ഹെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. 12000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 പപ്പീസാണ് കൊടുക്കാനുള്ളത് ഇനി. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് ഹെയറിൻ്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പാരൻറ്റിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്തായിരുന്നത്. നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ലാബിൻ്റെ 4 മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പി. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 4 മാസം പ്രായമുണ്ട്. ഫീമെയിൽ പപ്പിയാണ്. ഈ ഡോഗ്സൊക്കെ വന്നിരിക്കുന്നത് ഒരു ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ. കുറച്ചധികം ഡോഗ്സ് അവിടെ നിന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവിനൊക്കെ. 4000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ലാബിൻ്റെ 4 മാസം പ്രായമുള്ള ഫീമെയിൽ. അടുത്ത് വന്നിരിക്കുന്നത് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോഗുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. നല്ല ഹെഡ് സൈസും നല്ല ലൈനേജ് വരുന്ന സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. 1000 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് പറയുന്നത്. സ്റ്റഡ് മെയിൽ ആയതുകൊണ്ട് ഒരു സ്റ്റഡ് പപ്പീനെ കൊടുക്കണം. അതേപോലെ 1000 രൂപയും. അപ്പോൾ നല്ല അടിപൊളി ഹെഡ് സൈസൊക്കെ ഉള്ള നന്നായിട്ട് നല്ല സ്റ്റഡ് ചെയ്യുന്ന ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. നല്ല ടോപ്പ് ലൈൻ വരുന്നൊരു ലാബിൻ്റെ സ്റ്റഡ് മെയിൽ തന്നെയാണത്. അടുത്ത് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഇതും പപ്പി കണ്ടീഷനാണ്. 1000 രൂപയും പ്ലസ് 2 പപ്പിയാണ് പറയുന്നത്. ഇതിൻ്റെ ഇത് പപ്പി കണ്ടീഷനിൽ കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ലക്കാർക്ക് മാത്രമാണ്
കൊടുക്കുള്ളൂ. 1000 രൂപയും 2 പപ്പി കണ്ടീഷൻ. ഇത് ഫീമെയിലാണ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ. അപ്പോൾ നല്ല അടിപൊളി ഓഫറിലും അതേപോലെ പപ്പി കണ്ടീഷനിലൊക്കെയാണ് പെറ്റ്സുകൾ വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല റേറ്റ് കുറവിനാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകളൊക്കെ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീച്ച് ഫേസിന് 350 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. അതേപോലെ സീ ഗ്രീന് 400 രൂപ, മാവോ ഫേസിന് മാവോക്ക് വരുന്നത് 400 രൂപ, ലുട്ടിനോയ്ക്ക് 600 രൂപയാണ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ആഫ്രിക്കൻ ലവ് ബേർഡുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡിനൊക്കെ നല്ല റേറ്റ് കുറവിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല റേറ്റ് കുറവിന് പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സിൻ്റെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ബീഗിളിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അഡൽട്ട് മെയിൽ 1.5 വയസ്സ് പ്രായമുള്ള ബീഗിളിൻ്റെ ഒരു മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 12,000 രൂപയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് ബീഗിളിന് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 12,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത്. 2 ഫീമെയിൽ കിറ്റൻസും 2 മെയിൽ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ആഷ് കളർ ഫീമെയിലാണ്, അതേപോലെ തന്നെ ഡൈല്യൂട്ട് കാലിക്കോ ഫീമെയിലാണ്. ജിഞ്ചർ കളർ വന്നിരിക്കുന്നത് 2ഉം മെയിൽസാണ് വന്നിരിക്കുന്നത്. ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3,500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏത് കിറ്റൻസ് എടുത്താലും 3,500 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫീമെയിൽ കിറ്റൻസ് ഉണ്ട്, മെയിൽ കിറ്റൻസ് ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കിറ്റൻസാണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 37 ദിവസം പ്രായമായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. മദറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് വരുന്നത് 8,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസ്. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഗാർഡിങ്ങിനായിട്ട് പറ്റിയതും നല്ല പെറ്റായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ബ്രീഡും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ലോ ബഡ്ജറ്റിൽ 8,500 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വന്നിരിക്കുന്നത്. ഡേ ഓൾഡ് ചിക്സ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു നാടൻ കോഴി കുഞ്ഞിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് ഒരു നാടൻ കോഴി കുഞ്ഞിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ അതേപോലെ നാടൻ കോഴികൾ, മറ്റു ഫാൻസി കോഴികൾ, അസീലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു സൈഡ് വരുമാനം കൂടിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസാണ് നാടൻ കോഴിയൊക്കെ. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പെറ്റ്സ് ഏത് ചെയ്യുകയാണെങ്കിലും ബ്രീഡിങ്ങിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് കൂടിയും മാക്സിമം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമായിട്ട് പെറ്റ്സിൻ്റെ മേഖല കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റിങ്ങിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുന്നതിൽ നഷ്ടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇടനിലക്കാരില്ലാതെ മാക്സിമം സെയിൽ ചെയ്താലാണ് പ്രോഫിറ്റ് കിട്ടുള്ളൂ ബ്രീഡർക്ക്. കാരണം എന്നാലാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബിസിനസ്സല്ല, പെറ്റ്സ് ബ്രീഡിങ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇടനിലക്കാരെ മാക്സിമം ഒഴിവാക്കി ഡയറക്റ്റ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സുകളൊക്കെ.
അതിന് നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചെന്ന് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക്.